വെൽക്കം ടു ഗീത നായസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബദാം മിൽക്ക് ഷേക്കാണ്. അതിനുവേണ്ടി ഞാനൊരു 3/4 ലിറ്റർ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പാലിന് പ്രത്യേകമായിട്ട് കണക്കില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാലെടുക്കുക. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ആദ്യം ഈ പാല് നല്ലപോലെ തിളയ്ക്കണം. തിളച്ചിട്ട് ഇത്രയും പാലിൽ കുറച്ച് പാല് വറ്റണം. ഇതിന് ശകലം കുറുകി വരണം, അതുവരെ ഇത് തിളപ്പിക്കണം. പാല് തിളക്കട്ടെ. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഞാനൊരു അര ബൗള് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കസ്റ്റർഡ് പൗഡർ, വെനില കസ്റ്റർഡ് പൗഡർ 1 സ്പൂൺ ഇട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. ഒരൊറ്റ സ്പൂൺ മതി. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കസ്റ്റർഡായി പോകും. ഇത് കട്ട കെട്ടാതെ ഇത് നല്ലപോലെ കലക്കി വെക്കണം. ഒട്ടും ലംസ് ഇതിലാവരുത്. ഒരു ടീസ്പൂണാണ് പൗഡർ ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിച്ച് കുടിച്ചു പോകും. ഞാൻ ഇതിനകത്തിലൊരു 15 ബദാം എടുത്തിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടിട്ട് ഇന്ന് രാവിലെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇതൊരു ഗ്രൈൻഡർ, ഇത് ഈ ചെറിയ ഗ്രൈൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അതിനകത്തിൽ 2 സ്പൂണ് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടത്തില്ല, അത്ര പേസ്റ്റ് ആകത്തുമില്ല. ഒരു തരിതരിയായിട്ടുള്ള പോലെ കിടക്കും. ഇത് ഗ്രൈൻഡ് ചെയ്യാൻ 2 സ്പൂണ് പാലൊഴിച്ച് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇത് ഞാൻ കുങ്കുമപ്പൂവാണ്. അത് കുറച്ച് മുന്നേ ഞാൻ ഒരു ശകലം ചൂട് പാലെടുത്ത് അതിനകത്തിൽ ഇട്ട് വെച്ചതാണ്. ഒരു 5-6 ഇതൾ കാണും. അത് ഞാൻ പാലിനകത്തിട്ട് വെച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ നല്ലപോലെ ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമാണ്. എൻ്റെ മിക്കവാറും സ്റ്റോക്ക് കാണും. അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും പാലിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തിൽ ഒഴിക്കുന്നത്. നിങ്ങൾ ഓൺലൈനിലായിട്ട് മേടിക്കുക. 1 ഗ്രാം മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തിൽ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റ് ഇളക്കണം. പാൽ ഒരുവിധം തിക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാകണ്ട. ക്രീം എടുത്ത പാലോ അല്ലാത്ത പാലോ അല്ല വീട്ടിൽ ഉള്ള പാലോ ഏതാണേലും ഉപയോഗിക്കാം. 4-5 മിനിറ്റ് നമുക്കിത് ഇളക്കണം. അതിൻ്റെ കളറൊന്ന് ഇതിനകത്തിൽ ചേരട്ടെ. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഇതൊരു 2 മിനിറ്റ് ഇളക്കണം. ഇനി ഒരു 150 ഗ്രാം ഷുഗർ ഉണ്ട്. അത് ഞാനിതിലിടുകയാണ്. പാല് കുറുകി കഴിയുമ്പം പാലിന് നല്ല സ്വയമായിട്ടുള്ളൊരു മധുരം വരും. നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമെന്ന് വെച്ചാൽ അത്ര ഇടുക. ഇതിനൊരു പ്രത്യേക കണക്കില്ല. ഞാൻ 150 ഗ്രാം ഇട്ടിട്ടുണ്ട്. അത് ഒരു 2 മിനിറ്റ് ഇളക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ബദാം പേസ്റ്റ് ആക്കിയത്. നല്ലപോലെ പേസ്റ്റ് ആയിട്ടില്ല, ഒരു തരിതരിയായിട്ട് കിടക്കും. അത് നമ്മൾ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ വായിൽ ഇങ്ങനെ ചെറുതായിട്ട് വരണം. അത് ഇതിലോട്ട് ഇടുക. ഇതൊരു 4-5 മിനിറ്റ് ഇതിട്ടതിന് ശേഷം, ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ലോ ഫ്ലെയിമാണെന്നുള്ള കാര്യം ഓർക്കണം. ഒരു 4-5 മിനിറ്റ് ഇളകണം. ഇതിട്ട് ഒരു ശകലം പാല് ഇതിനകത്തിലോട്ട് ഒഴിച്ച് ബാക്കി വന്നതും കൂടെ അതിനകത്തിലോട്ട് ഇടുക.
ഇത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കസ്റ്റർഡ് പൗഡറാണ്. ഇത് ഇതിലൊഴിക്കുന്നതിന് മുന്നേ നല്ലപോലെ ഇളക്കണം. എന്താണെന്ന് വെച്ചാൽ ആ പൗഡർ അടിയിൽ അടിഞ്ഞിരിക്കും. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ലംസ് ആവരുത്. ലോ ഫ്ലെയിമിലിടണം. വളരെ സൂക്ഷിച്ച്. ലംസ് ഒരിക്കലും ആവരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക, ഒരു കൈ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു 3-4 മിനിറ്റ് ഇളക്കണം. ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മളിതിലിടാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ഇതിനകത്തിലോട്ട് ഇടുക. ഇതൊരു 3 മിനിറ്റ് ഇറക്കണം. കുറച്ച് മാറ്റി വെക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇടാനുണ്ട്. നാല് മിനിറ്റ് വേണ്ട, 3 മിനിറ്റ് ഇത് ഇളക്കിയാൽ മതി. വേണ്ടേ? ഇതിപ്പം തിക്കായിട്ടുണ്ട്. ഈ സ്പൂണിൻ്റെ പുറവശത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത്രയും തിക്ക് മതി. ഒരുപാട് തിക്കാവണ്ട. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ, കുറഞ്ഞതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിനകത്തല്ല ഫ്രിഡ്ജിനകത്ത് വെക്കണം. 2 മണിക്കൂർ. ഒരു 3 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. ഒത്തിരി തിക്കും ഒത്തിരി ചിൽഡാവണമെന്നുള്ളവർക്ക് ഒത്തിരി കൂടുതൽ സമയം വെക്കാം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ഒരു 2 മണിക്കൂർ ഇരിക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇത് പിന്നെ തണുത്തിട്ട് നമുക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ബദാം മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വീട്ടിലെ ഫാമിലിയിൽ എല്ലാവർക്കും കൊടുക്കണം. വേറൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം.